നല്ല നാടൻ മത്തി ഇട്ടിട്ടുണ്ടേ. നല്ല വലിയ മത്തി. ഇങ്ങനത്തെ മത്തിയൊന്നും ഇപ്പോൾ കിട്ടാറേ ഇല്ല. മത്തി മുളകിടാന്നാണ് വിചാരിക്കുന്നത്. ഞാൻ മീനൊക്കെ നന്നാക്കട്ടെ. കറി വയ്ക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ പൊട്ടട്ടെ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ലൈറ്റിൻ്റെ വെളിച്ചത്തിലേ ചട്ടിയിലേക്ക് നിഴൽ വരുന്നുണ്ടേ. ഉലുവ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 പച്ചമുളക് മുറിച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചതും കൂടി ഇടാണ്. ഇതിലേക്കൊരു വലിയ തക്കാളി മുറിച്ചത് ഇടാണേ. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഇതിലേക്ക് നമ്മൾ പുളി ചേർക്കണേ. ആവശ്യത്തിന് പുളി ചേർക്കുക. കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുക. പാകത്തിന് ഉപ്പിടുക. നല്ലവണ്ണം ഇളക്കുക. കുറച്ച് കറിവേപ്പില ഇടുക. അടച്ചു വെച്ച് തിളപ്പിക്കുക. തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മീൻ ചേർക്കണേ. നന്നാക്കി വെച്ച മീന് ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ടോ നോക്കട്ടെ. ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണേ. കുറച്ച് ഉപ്പിടാം. ഉപ്പ് ചേർക്കാണ്. മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കട്ടെ. വെളിച്ചെണ്ണ ചേർത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കറി അടച്ചു വയ്ക്കുക.
അപ്പം നമ്മുടെ നല്ല നാടൻ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇതിരുന്ന് വറ്റും. ഇതാ പുട്ടിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയത്. നല്ല ആവി പറക്കുന്ന പുട്ട് റെഡിയാണ്. പുട്ടും മത്തി മുളകിട്ടതും റെഡി ആയിട്ടുണ്ട്. ഈ പുട്ടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മത്തി മുളകിട്ടത് ഇങ്ങനെ ഒഴിക്കുക. എൻ്റെ മക്കളെ, ഇനി വേറെ എന്ത് വേണം? വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.